സ്വന്തമായി ഭർത്താവുള്ളൊരു അധ്യാപിക തൻ്റെ വിദ്യാർത്ഥിയുമായി പ്രണയത്തിലാകും. പിന്നീട് അവർ തമ്മിൽ പല പരിപാടിയും നടക്കും. ഇതെല്ലാം പിന്നീട് വലിയ പ്രശ്നത്തിനും കാരണമാകും. പറഞ്ഞു വരുന്നത് 2018 ഇറങ്ങിയ ലെസ്റ്റ് സ്റ്റോറീസ് എന്ന മൂവിയെ പറ്റിയാണ്. ഈ മൂവി ഒരു ആന്തോളജി മൂവിയാണ്. അതായത് ഒരു മൂവി തന്നെ ബന്ധമില്ലാത്ത പല കഥകളുണ്ടാകും. ഈ മൂവിയിൽ ഇപ്പം 4 കഥകളാണുള്ളത്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ മൂവിയിലെ ആദ്യത്തെ കഥയാണ്. ബാക്കി കഥകളെല്ലാം അടുത്തടുത്ത പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പം നമ്മുടെ പടത്തിലെ ഹീറോയും ഹീറോയിനും കാണിക്കും. രണ്ടുപേരും ഒരു കാറ് വരുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നീട് ഹീറോയുടെ വീട്ടിലേക്ക് രണ്ടുപേരും കൂടി പോകും. ഹീറോയിൻ ചോദിക്കും, ഇവിടെ ആരുമില്ല, നീ വന്നതായി കേൾക്കത്തില്ല എന്ന്. ഹീറോ പറയും, ഇവിടെ എൻ്റെ ഗ്രാൻമയുണ്ട്, പക്ഷെ പുള്ളിക്കാരിക്ക് ചെവി കേൾക്കില്ല, അതുകൊണ്ട് നമ്മൾ വന്നത് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരിക്കുമെന്ന്. അത് കഴിഞ്ഞാണ് ഹീറോയുടെ അടുത്തിരിക്കുന്ന കുറേ ബുക്കുകൾ ഹീറോയിൻ കാണുന്നത്. ഹീറോയിൻ ചോദിക്കും, നീ ഇതൊക്കെ വായിക്കുമോ, നീ നല്ല സ്മാർട്ടായിട്ടുള്ള ആളാണല്ലോ എന്ന്. അങ്ങനെ രണ്ടുപേരും തനിയെ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ രാത്രി പരിപാടി നടത്തും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ഹീറോ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ ഹീറോയിൻ്റെ മുഖത്ത് എന്തൊക്കെയോ കുറ്റബോധമുണ്ടായിരുന്നു. ഹീറോയിൻ അവനോട് പറയും, ഇന്നലെ നടന്നെല്ലാം ഇവിടം കൊണ്ട് തന്നെ മറന്നേക്കണം. ലവ് ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നീ വെറുതെ കൺഫ്യൂസ് ആകല്ലേ, നമ്മൾ തമ്മിൽ ലവ് ഒന്നുമില്ലെന്ന്. ഇതിന് ഹീറോയും ഓക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് ഹീറോയിൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതായത് സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നത്. ഹീറോയിൻ പറയും, ഇപ്പോഴത്തെ ആൺപിള്ളേരെല്ലാം കുഴപ്പം എങ്ങനെയാണ്, ലവും സെക്സും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പൊ ഏതെങ്കിലും പെണ്ണുമായി പരിപാടി നടത്തി കഴിഞ്ഞാലോ അവർ പിന്നെ ആ പെണ്ണിനെ കെയർ ചെയ്യാനും പ്രേമിക്കാനും ഒക്കെ ആയി തുടങ്ങും. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയിൻ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത് ഹീറോയിൻ അവിടുത്തെ അധ്യാപികയാണെന്നും ഹീറോ അവിടുത്തെ വിദ്യാർത്ഥിയാണെന്നുമുള്ളത്. അങ്ങനെ ഹീറോയിൻ ക്ലാസ് എടുക്കുമ്പോഴോ ഹീറോ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിൽ തന്നെ ഹീറോയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നട്ടാഷയും അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അവനോട് ചോദിക്കും, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ ഇവിടെ വല്ല മൂവിയും ഇട്ടിട്ടുണ്ടോ എന്ന്. കാരണം ബാക്കിയുള്ള പിള്ളേർക്ക് ഡൗട്ട് തോന്നാതിരിക്കാനാണ് ഹീറോയിൻ ഇങ്ങനെ ചെയ്തത്. പിന്നീട് ഹീറോയിൻ വീണ്ടും നമ്മളോട് സംസാരിക്കും. അവൾ പറയും അവളുടെ കല്യാണം കഴിഞ്ഞതാണ്, ഭർത്താവ് അവളെക്കാളും 12 വയസ്സിന് മൂത്തതാണെന്ന്. അതോടൊപ്പം തന്നെ ഹീറോയിൻ ഇത് ആദ്യത്തെ ലവ് മാരേജ് ആയിരുന്നു. പക്ഷെ പുള്ളിക്ക് അങ്ങനെയല്ല. പുള്ളിക്ക് ഇതിനു മുമ്പ് ഒരുപാട് റിലേഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രേമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ ലൈഫിൽ അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പറയും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന ടൈമിൽ ഒരു അധ്യാപകൻ പറയും, കഴിഞ്ഞിടയ്ക്ക് ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ റിലേഷനിൽ കൊണ്ട് തന്നെ അവരെ പോലീസ് പിടിച്ചെന്ന്. ഇത് കേട്ട ബാക്കി സ്റ്റാഫ് ചോദിക്കും, എങ്ങനെയാണെങ്കിലും ആ പയ്യന് 18 വയസ്സ് കഴിഞ്ഞതായിരിക്കുമല്ലോ എന്ന്. സാറ് പറയും, പ്രായപൂർത്തിയൊക്കെ ആയതാ, പക്ഷെ അവനെ നിർബന്ധിപ്പിച്ച ആ ടീച്ചറാണ് എല്ലാം ചെയ്തതെന്ന്. അതോടൊപ്പം തന്നെ ഒരിക്കലും ഇത് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പാടില്ലെന്നും ആ സാറ് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി തോന്നും. അവൾ അപ്പം തന്നെ അവിടുന്ന് ഹീറോയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കും, അന്ന് നടന്നതെല്ലാം നിന്റെ താല്പര്യത്തോടെ തന്നെയല്ലേ നടന്നതെന്ന്. ഇത് കേട്ട ഹീറോ അതെ എന്ന് പറയും. അതൊരു താല്പര്യമില്ലാത്ത പോലെ പറയും. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും, ഇപ്പം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഹീറോ പറയും, അതല്ല, അന്ന് ഫസ്റ്റ് മൂവ് എടുത്തത് നിങ്ങളല്ലേ എന്ന്. ഹീറോയിൻ പറയും, എങ്കിൽ നിനക്ക് വേണ്ടെന്ന് പറയാമായിരുന്നല്ലോ, നീ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഹീറോ പറയും, അതെ, എല്ലാം എൻ്റെ ഇഷ്ടത്തോടെ തന്നെയാണ് നടന്നതെന്ന്. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും, നിനക്ക് എത്ര വയസ്സുണ്ടെന്ന്. ഹീറോ പറയും, 21. ഇതൊക്കെ ഉള്ളതാണോ, നിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് വേണമെന്ന് ഹീറോയിൻ പറയും. അതിവിടെ കോളേജിൽ തന്നെ ഇരിപ്പുണ്ട്, നിങ്ങൾ തന്നെ വേണം എടുത്ത് നോക്കിക്കോളാൻ ഹീറോയിൻ പറയും. അതോടൊപ്പം തന്നെ ഹീറോയിൻ അവളുടെ ഫോണിൽ വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ഹീറോയോട് പറയും, നിന്റെ ഇഷ്ടത്തോടെയാണ് എല്ലാം നടന്നതെന്ന് ഈ വോയിസിൽ പറയാൻ. ഇത് കേട്ട ഹീറോ ആണെങ്കിലോ ആ റെക്കോർഡറിൽ എൻ്റെ ഇഷ്ടത്തോടെയാണ് നടന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യും. വീട്ടിലേക്ക് വന്ന ശേഷം നടന്നതിനെല്ലാം ഹീറോയിൻ അവനോട് സോറി പറയും. ഹീറോ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്തതെന്ന് എനിക്കൊന്നും പിടികിട്ടില്ലെന്ന്. ഹീറോയിൻ പറയും, ഇനി നമുക്ക് നല്ല ഫ്രണ്ടായിട്ടിരിക്കാമെന്ന്. അതായത് ഫ്രണ്ടായിട്ട് മാത്രമേ പറ്റൂ, അല്ലാതെ വേറൊന്നും നടക്കത്തില്ലെന്ന്. ഹീറോ ചോദിക്കും, അത് എന്ത് പറ്റിയെന്ന്. ഞാൻ ഇംഗ്ലീഷ് സാറുമായിട്ട് ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് ഹീറോയിൻ പറയും. അതോടൊപ്പം തന്നെ പുള്ളി നല്ലൊരാളാണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്, നിന്റെ ഗേൾ ഫ്രണ്ടിനെ പോലെ അല്ലെന്ന് പറയും. ഹീറോ ചോദിക്കും, ഏത് നട്ടാഷയോ, അതിന് അവൾ എൻ്റെ ഗേൾ ഫ്രണ്ടൊന്നും അല്ലെന്ന്. ഹീറോയിൻ പറയും, ക്ലാസ് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നതല്ലേ എന്ന്. പിന്നീട് ഹീറോയിൻ വീണ്ടും നമ്മളോട് പറയും, നമ്മൾക്കറിയാത്ത ഒരാളെ നമ്മൾ ഹെർട്ട് ചെയ്യില്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമല്ല നമ്മൾ ഹെർട്ട് ചെയ്യത്തുള്ളൂ. അതോടൊപ്പം തന്നെ അവൾക്ക് അവളുടെ ഭർത്താവിനെയും ഹീറോയും ഇഷ്ടമാണ്, പക്ഷേ ഇത് തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് കാണാനറിയില്ല. അതുപോലെ തന്നെ അവൾക്ക് ആ ഇംഗ്ലീഷ് സാറിനെയും ഇഷ്ടമാണെന്ന്. പിന്നീട് ഹീറോയിൻ കോളേജിൽ ഇരിക്കുന്ന ഹീറോയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. എന്നിട്ട് ഇംഗ്ലീഷ് സാറുമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അതായത് ഹീറോയിനും പുള്ളിയും തമ്മിൽ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാണെങ്കിൽ ഒന്നും ഒട്ടും അറിയത്തുമില്ല. ഇതെല്ലാം ഹീറോയിൻ അവനോട് പറയും. ആ ടൈമിൽ തന്നെ നട്ടാഷയുടെ കോൾ ഹീറോയ്ക്ക് വരും. ഹീറോയിൻ പറയും, എടുത്ത് സംസാരിക്കും, നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ എന്ന്. ഹീറോ പറയും, അതൊന്നും ഇപ്പോൾ വേണ്ടെന്ന്. അതൊക്കെ ഓക്കെ, നീ അവളുമായിട്ട് പരിപാടി നടത്തിയിട്ടുണ്ടോ എന്ന് ഹീറോയിൻ അവനോട് ചോദിക്കും. ഹീറോ ഇല്ലെന്നും പറയും. ഹീറോയിൻ ചോദിക്കും, നീ എന്താ ഇതൊന്നും പറയാത്തത്, ഞാനെല്ലാം നിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ലേ, നീ പക്ഷേ എൻ്റെ അടുത്തൊന്നും പറയത്തില്ലല്ലോ എന്ന്. അതിന് ഞാനാണോ നിങ്ങളോട് ഇതെല്ലാം ചോദിച്ചേ, നിങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം എൻ്റെ അടുത്ത് പറയുന്നത്.
നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് സാറിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം, നമുക്ക് രണ്ടുപേർക്കും ഒന്നായിട്ട് ഇരിക്കാമെന്ന് ഹീറോ പറയും. ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പറയും. അങ്ങനെ ഇരിക്കൽ ഹീറോയിൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നടാഷയും ഹീറോയിൻ തമ്മിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീറോയിൻ നടാഷയുടെ അടുത്തേക്ക് വന്ന് ഫോൺ പിടിച്ചു വാങ്ങും. എന്നിട്ട് അൺലോക്ക് ചെയ്യാൻ പറയും. നടാഷ ആണെങ്കിലോ ഇതിൻ്റെ പാസ്വേഡ് മറന്നുപോയെന്നും പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ ആണെങ്കിലോ ഫോൺ വന്ന് ഓഫീസിൽ നിന്ന് എടുത്തോളാൻ പറയും. എന്നിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടും. പിന്നീട് ഹീറോയിൻ ഗേൾഫ്രണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെ എല്ലാം ഹീറോയിനെ ഫോളോ ചെയ്തു പോകും. അവരൊരു കടയിലിരിക്കുന്ന ടൈമിൽ ഹീറോയിൻ അടുത്തേക്ക് വരും. എന്നിട്ട് അവൻ്റെ ഗേൾഫ്രണ്ടിനെ അപമാനിക്കും. ഹീറോയിൻ ചോദിക്കും, നീ കോളേജിൽ ഒരാളുടെ കൂടെ, ക്യാൻറ്റീനിൽ വേറൊരാളുടെ കൂടെ, ഇവിടെ ഇപ്പോൾ ഇവൻ്റെ കൂടെയാണോ എന്ന്. അതോടൊപ്പം തന്നെ നിന്റെ വീട്ടുകാരെല്ലാം ദുബായിലല്ലേ, നീ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്ന് ഹീറോയിൻ ചോദിക്കും. നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇത് നടാഷയ്ക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹീറോ വന്ന് ഹീറോയിനോട് ചോദിക്കും, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ഹീറോയിൻ പറയും, അവളെ നിന്റെ ഗേൾഫ്രണ്ട് അല്ലല്ലോ, പിന്നെ എന്തിനാ ഈ ചോദ്യമെന്ന്. കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ ഭർത്താവിനെ വിളിച്ച് കരയും. എന്നിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയും ചെയ്യും. പിന്നീട് ഹീറോയിൻ വീണ്ടും നമ്മളോട് പറയും, മിക്ക റിലേഷൻഷിപ്പും ആത്മാർത്ഥമൊന്നുമല്ല, എല്ലാവർക്കും അവരുടെ ഉള്ളിലായിട്ട് ചില സീക്രട്ടുകൾ കാണും. പക്ഷെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഇത്ര ദൂരെ ആയിരുന്നിട്ട് പോലും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അപ്പം വിളിച്ചു പറയാറുണ്ടെന്ന് പറയും. പിന്നീട് ഹീറോയിൻ ഫോൺ എടുത്ത് ഹീറോയെ വിളിക്കും. നീ ഇപ്പോൾ എവിടെയാ, അവളുടെ കൂടെയാണോ ഉള്ളതെന്ന് ചോദിക്കും. പക്ഷേ ഹീറോ ആണെങ്കിലോ ഞാനിപ്പോൾ അവിടെ ഒന്നുമല്ല, നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയി ഉറങ്ങാനായി പറയും. പിന്നീട് ഹീറോയിൻ വീണ്ടും നമ്മളോട് പറയും, ഈ കമ്മ്യൂണിക്കേഷനാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. എൻ്റെ ഭർത്താവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഇവൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനെന്ന ഇംഗ്ലീഷ് സാറുമായിട്ട് നടന്ന എല്ലാ കാര്യവും ഇവൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഇവനാണെങ്കിലോ അതാണ് ഇവൻ്റെ ഗേൾഫ്രണ്ട് എന്ന് പറയാൻ പോലും മടിയാണെന്ന്. പിന്നീട് ഹീറോയിൻ ഹീറോയുടെ വീട്ടിലേക്ക് പോകും. അവൻ്റെ ഗ്രാൻഡ്മയോട് ചോദിക്കും അവൻ അകത്തുണ്ടെന്ന്. പുള്ളിക്കാരി ഉണ്ടെന്നും പറയും. ഹീറോയിൻ അകത്തേക്ക് കയറിയ ശേഷം അവിടെയുള്ള എല്ലാ ഡോറുകളും അടയ്ക്കും. ഹീറോ കുളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോയുടെ റൂം മുഴുവൻ അവളെ ചെക്ക് ചെയ്യും. ഹീറോ കുളി കഴിഞ്ഞ് വരുമ്പോഴോ അവൻ്റെ ഗ്രാൻഡ്മ ഡോറ് തുറക്കാൻ വേണ്ടി തട്ടും. ഹീറോ ഡോറ് തുറക്കുമ്പോഴോ നിന്നെ കാണാൻ ഇവിടെ ഒരു പെണ്ണ് വന്നെന്ന് പുള്ളിക്കാരി പറയും. ഉടനെ തന്നെ ഹീറോയിൻ അവൻ്റെ റൂമിൽ നിന്ന് ഒരു അണ്ടർവെയർ കിട്ടും. ഹീറോയിൻ അവനെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ചോദിക്കും, ഇത് ആരെയാ, നിന്റെ ഗേൾഫ്രണ്ടിൻ്റെ അല്ലേ എന്ന്. ഹീറോ പറയും, എനിക്കങ്ങ് അറിയില്ലെന്ന്. ഇത് നിന്റെ ഗേൾഫ്രണ്ടിൻ്റെ തന്നെയാ, നീ സമ്മതിച്ചോ എന്ന് ഹീറോയിനും പറയും. പക്ഷേ ഹീറോ ആണെങ്കിലോ അതെനിക്ക് അറിയില്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീറോയിൻ ആ വീട്ടിലെ മിക്ക സാധനം എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങും. അവൾ അവിടെ ഉള്ളൊരു വലിയ TV എടുത്ത് പൊട്ടിക്കാൻ നോക്കും. ഹീറോ പറയും, അത് മാത്രം പൊട്ടിക്കല്ല, അത് വില കൂടിയതാണെന്ന്. അങ്ങനെ ഹീറോയിൻ കുറച്ചു നേരം അവിടെ നിന്ന് വിഷമിച്ച ശേഷം വീട്ടിൽ നിന്നിറങ്ങി കാറിലേക്ക് പോകും. എന്നിട്ട് ഹീറോയുടെ ഫോൺ നോക്കുമ്പോഴോ അതിൽ അവനും ഗേൾഫ്രണ്ടും തമ്മിലുള്ള കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ട ഹീറോയിൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറി വരും. എന്നിട്ട് അവനോട് പറയും, നീ എന്തിനാ ക്ലാസ്സിൽ ഇരുന്ന് അവളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, അവളുമായിട്ട് കറങ്ങാൻ പോകുന്നതൊക്കെ. അവളെ നീ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല, അവൾക്ക് നീ ഇല്ലെങ്കിൽ വേറൊരാളെ കിട്ടും. അവൾ ഇതുപോലെ പല ആണുങ്ങളുമായി മാറി മാറി കറങ്ങി നടക്കാറുണ്ട്, അതുകൊണ്ട് നീ വേഗം അവളെ ബ്രേക്കപ്പ് ചെയ്തോളാൻ ഹീറോയിൻ പറയും. ഇത് കേട്ട ഹീറോ ആണെങ്കിലോ ഒന്നും മിണ്ടാതിരിക്കും. എങ്കിൽ ശരി, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് പോകാൻ തുടങ്ങും. ആ ടൈമിൽ ഹീറോ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം, എന്നെ ഒരുപാട് കെയറും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ വരാമെന്ന്. ഹീറോയിൻ ആണെങ്കിലോ നിനക്കെന്താ വട്ടാണോ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയും. ഇത് കേട്ട ഹീറോയുടെ കിളി പോയി നിൽക്കും. അവൻ ഓർക്കും, പിന്നെ എന്തിനാ ഇത്ര നേരം അടി ഉണ്ടാക്കിയതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഹീറോ ഗേൾഫ്രണ്ടുമായിട്ട് നടക്കുന്നത് ഹീറോയിന് ഒട്ടും ഇഷ്ടമല്ല. ഹീറോയിൻ ഇവനോടൊരു ഇഷ്ടവുമുണ്ട്, പക്ഷെ ഭർത്താവ് ഉള്ളത് കൊണ്ട് തന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല. അങ്ങനെ ഹീറോ കിളി പോയി നിൽക്കുമ്പം ഈ മൂവിയും ഇവിടെ തീരും. അപ്പം നമ്മൾ ഈ മൂവിയിലെ രണ്ടാമത്തെ കഥ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും വരുന്നതാണ്.